വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ചോറ്റാനിക്കരയിൽ നമ്മൾ ശ്രവിച്ചത്. ഈ ആൺസുഹൃത്തിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റാണ് ഈ പോക്സോ അതിജീവിതം മരിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര കൂടുതൽ പീഡനം അനുഭവിക്കുകയും ഏതാണ്ട് മണിക്കൂറുകളോളം ചോര വാർന്ന് കുട്ടി അവിടെ കിടക്കുകയും ചെയ്തു. ഏറ്റവും കുറേ അധികം കഴിഞ്ഞാണ് ആളുകൾ പോലും ഈ വിവരം അറിയുന്നതും ഈ കുട്ടിയെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതും. അതായത് ഈ കുട്ടിയുടെ ആൺ സുഹൃത്തെന്ന് പറയുന്ന അനൂപിനെതിരെ നരഹത്യ കുറ്റം ചുമത്തുമെന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വിവരം. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും പെൺകുട്ടിയുടെ സംസ്കാരം നടക്കുക. വിശദമായ റിപ്പോർട്ടിലേക്ക് ഞാൻ കടക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൺ സുഹൃത്ത് അനൂപിന്റെ അതിക്രൂര മർദ്ദനത്തിന് 19-കാരി ഇരയായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. തലച്ചോറിന്റെ പ്രവർത്തനം 50% നിലച്ചിരുന്നു. ഇന്നുച്ചയ്ക്ക് 2:15 മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം അനൂപിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. നരഹത്യ കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. അത് പോസ്റ്റ്മോർട്ടത്തിന് ബേസ് ചെയ്ത് മാത്രം, ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാളെയാണ് പോസ്റ്റ്മോർട്ടം. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തലയോലപ്പറമ്പ് സ്വദേശി അനൂപുമായി പെൺകുട്ടി 1 വർഷമായി സൗഹൃദത്തിലായിരുന്നു. പെൺകുട്ടിക്ക് വേറെ സൗഹൃദമുണ്ടോ എന്ന സംശയത്താലാണ് അനൂപ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു. പ്രതി അനൂപ് നിലവിൽ റിമാൻഡിലാണ്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 24 കൊച്ചി.